രാഹുലേട്ട മുട്ടിൽ മരമുറ കേസുമായി ബന്ധപ്പെട്ട് 36ാമത്തെ കുറ്റപത്രം കൂടി സമർപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ പറയുന്ന അഗസ്റ്റിൻ ബ്രദേഴ്സ് ആയിട്ടുള്ള 3 പേർ ഇനിയിപ്പോൾ ജയിലിലേക്ക് പോകാൻ ദിവസങ്ങൾ എണ്ണി തുടങ്ങിയെന്ന് പറയേണ്ടി വരും. നമുക്കറിയാം ബിഗ് ടിവിയുടെ തിരി തെളിഞ്ഞതിന് തൊട്ടു പിന്നാലെ റിപ്പോർട്ടറിന്റെ തിരി കെട്ടുപോകുന്ന ഒരു നിലയിലേക്കാണോ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത്? അല്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് റിപ്പോർട്ടർ ചാനൽ എങ്ങനെയാണ് തുടങ്ങിയത് എന്നുള്ള കാര്യം. ഇപ്പോൾ വലിയ വിവാദങ്ങളോട് കൂടി തുടങ്ങിയ ഒരു ചാനലാണ് റിപ്പോർട്ടർ ചാനൽ. 24 ഉണ്ടായിരുന്ന അരുൺകുമാർ കൈലിയൊക്കെ കൊടുത്തിട്ട് നേരെ ലോറിക്കകത്ത് വന്ന് ഇറങ്ങിയിട്ട് മുണ്ടൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്കറിയാമോ, എന്നാൽ എനിക്ക് ചിലത് പറയാനുണ്ട്. മുട്ടിൽ മരമുറി കേസ് നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം എന്താണ് ഇതിലെ അഴിമതി കഥകൾ എന്ന് വളരെ വാചാലമായിട്ട് പറഞ്ഞിട്ടുള്ള അരുൺകുമാർ പിറ്റേ ദിവസം മറ്റേ റിപ്പോർട്ടർ ചാനലിൽ വന്നിരുന്നുണ്ട്. അതിനെ ന്യായീകരിക്കുന്നത് അദ്ദേഹത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് കേട്ടോ ഈ ഒരു കാര്യത്തില്. തീർച്ചയായിട്ടും ഈ പറയുന്നത് പോലെ അത്രയും വിവാദമായി അത്രയും വിമർശിച്ചുകൊണ്ട് വന്നിരുന്ന ഒരു ചാനലിൽ പറയുന്നു, പിന്നീട് അതേ ചാനൽ ഈ പറയുന്നത് പോലെ മുട്ടിൽ മരമുറയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ പ്രതികൾ തന്നെ നടത്തുന്ന ചാനലിൽ പോയി അതിനെ ന്യായീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ തൊടാൻ പോലും പറ്റാത്ത നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ഇതിനകത്ത് മറ്റൊരു വിഷയം എന്ന് വെച്ചാൽ റിപ്പോർട്ടർ ചാനലിന്റെ ചില റീലുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇതെന്താ റിപ്പോർട്ടർ ചാനൽ തന്നെ അല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും. പിണറായി വിജയൻ ഇടയ്ക്ക് വെച്ച് മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് നിങ്ങൾ ഏതാ ചാനൽ എന്ന് നോക്കുമ്പോൾ റിപ്പോർട്ടർ എന്ന് പറയും എന്ന് ചിരിക്കുന്ന ഒരു സാരമില്ലേ, അതും അങ്ങനെ കുറെ റീലുകളെല്ലാം കൂടെ ചേർത്തിട്ട് CPM റിപ്പോർട്ടറിനെ CPM റിപ്പോർട്ടർ ആക്രമിക്കുന്നുണ്ട്, കോൺഗ്രസിനെ റിപ്പോർട്ടർ ആക്രമിക്കുന്നുണ്ട്, BJP എന്നിട്ട് ഇവരെല്ലാരും കൂടെ റിപ്പോർട്ടറിനെ ആക്രമിക്കുകയാണ്. ഞങ്ങളാണ് ഇവിടുത്തെ മെയിൻ, ഞങ്ങൾ മാത്രമാണ് സത്യങ്ങൾ നിർഭയം നിരന്തരം വാർത്തകൾ പറയുന്ന ഒരേ ഒരു ചാനൽ ഞങ്ങൾ മാത്രമാണ് എന്നൊരു പ്രതീതി വരുത്താൻ റിപ്പോർട്ടർ പലതവണ നോക്കുന്നുണ്ടെങ്കിലും അവസാനം കോൺഗ്രസ്സുകാര് ചെന്നെത്തിക്കുന്നത് കോൺഗ്രസ് നിരോധിച്ചൊരു ബഹിഷ്കരിച്ചൊരു ചാനൽ, അതായത് കോൺഗ്രസ്സുകാർ ഇനി പോകത്തില്ല, ഞങ്ങൾ ബൈറ്റ് തരത്തില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് എത്തിച്ചൊരു ചാനൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പോർട്ടർ തന്നെയാണ്. ആ റിപ്പോർട്ടറിനെതിരെ ഒരുപാട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒരു വാർത്ത വരുമ്പോൾ അതിന്റെ സത്യാവസ്ഥ എന്താണ് എന്ന് അന്വേഷിക്കുക, അത് ആ വാർത്ത കൊടുത്തതിന് ശേഷം പിന്നീട് ആ വാർത്ത പിൻവലിച്ചുകൊണ്ട് പോകുന്ന റിപ്പോർട്ടർ ചാനലിന്റെ പല വാർത്തകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ റിപ്പോർട്ടർ ചാനലിന് ഉണ്ടായിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. കോൺഗ്രസുമായി ബന്ധപ്പെട്ട പുറത്തു വരാത്ത പല വാർത്തകളും വെറുതെ അടിച്ചു വിടുകയാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ തമ്പിലൊക്കെ കൊടുക്കുന്ന രീതിയിലാണ് റിപ്പോർട്ടർ ചാനൽ. അതൊരു സാറ്റലൈറ്റ് ചാനലാണ്, മെയിൻ സ്ട്രീം മാധ്യമ രംഗത്തേക്കുന്ന ഒരു ചാനലാണ്. അവർ കൊടുക്കുന്ന പല വാർത്തകളും കണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ ഓൺലൈൻ മാധ്യമങ്ങൾ കൊടുക്കുന്നതിൻ്റെ അപ്പുറത്തേക്കുള്ള വാർത്തകളിലേക്ക് പോകുന്ന സാഹചര്യമാണ്. ഇപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങൾ പലപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ തമ്പിൽ മാത്രമായിരിക്കും അത്തരത്തിലുള്ള കണ്ടന്റുകൾ ഉള്ളത്. യഥാർത്ഥ വാർത്തയായിരിക്കും അവർ ചർച്ച ചെയ്യുന്നതാണെങ്കിലും സംസാരിക്കുന്നതാണെങ്കിലും പിന്നീട് ഓരോരുത്തരുടെയും വെർഷനാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ ഏതൊരു ഓൺലൈൻ മീഡിയ എടുത്തു കഴിഞ്ഞാലും അവർക്ക് അവരുടേതായിട്ടൊരു വെർഷൻ ഉണ്ടാവും. ഇപ്പോൾ ഇന്നത്തെ കാലത്തെ ഏത് മാധ്യമമാണെങ്കിലും അത് മെയിൻ സ്ട്രീം മാധ്യമങ്ങളാണെങ്കിൽ പോലും എല്ലാവർക്കും കൃത്യമായിട്ട് രാഷ്ട്രീയമുണ്ട്, അവരുടെ വെർഷൻസ് ആണ് പറയുന്നത്. പക്ഷെ ഒരു മാധ്യമം അല്ലെങ്കിൽ ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ കൃത്യമായിട്ടുള്ള വാർത്ത കൊടുക്കാനും ആ വാർത്തയുടെ സത്യം എന്ത് എന്ന് അന്വേഷിച്ച് കണ്ടെത്താനുമാണ് ജേർണലിസ്റ്റുകൾ ചെയ്യേണ്ടത് എന്നുള്ളൊരു ധാരണ അല്ലെങ്കിൽ ഒരു ബോധം ഇന്നത്തെ പല ആളുകൾക്കും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ നമുക്കറിയാം ബിഗ് TV ഇപ്പോൾ വരാൻ പോകുന്ന വലിയൊരു ചാനൽ, ആ ചാനൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ആളുകൾ പ്രതീക്ഷയിലിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഏകദേശം 3.5 കോടി രൂപയാണ് ഒരു ചാനൽ ഒരു മാസത്തേക്ക് നടത്താൻ വേണ്ടത്. ആ പൈസ കേരളത്തിലെ വിപണിയിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടെത്താൻ കഴിയും. അത്രയും വലിയൊരു വിപണിയാണ് കേരളത്തിലെ മാധ്യമ രംഗം അല്ലെങ്കിൽ ന്യൂസ് എന്ന് അദ്ദേഹം സമ്മതിക്കുന്ന ഒരു വാർത്തയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നമുക്കറിയാം റിപ്പോർട്ടർ ചാനലുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ വരുന്ന സമയത്ത് റിപ്പോർട്ടർ ചാനലിന്റെ സഹോദരങ്ങളായിട്ടുള്ള കുറച്ച് ആളുകൾ ചേർന്നിട്ടാണ് അതൊരു കമ്പനി ആയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇവർക്കെതിരെയുള്ള കേസുകൾ ഏകദേശം 36ഓളം കേസുകളാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. മെസ്സി വരുന്നതിന് മുമ്പോട്ട് ഇനി റിപ്പോർട്ടർ ചാനലിന്റെ MD ഒക്കെ ജയിലിൽ കിടക്കുമോ, മെസ്സി എങ്ങനെയാണെങ്കിലും മെസ്സി എങ്ങനെ കൊണ്ടുവരും എന്നുള്ളത് വലിയ സംശയമാണ്. ഇപ്പോൾ സ്റ്റേഡിയത്തിന്റെ അവസ്ഥ നമുക്കറിയാം, ഇപ്പോൾ തന്നെ പണി പൂർത്തിയാക്കും അല്ലെങ്കിൽ നാളെ പൂർത്തിയാകും, ഇന്നലെ പൂർത്തിയായി എന്ന് പറഞ്ഞിടത്തു നിന്നും ഇന്നത്തെ സ്റ്റേഡിയത്തിന്റെ അവസ്ഥ എന്താണ് എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ മെസ്സി ഇന്ന് വരും നാളെ വരും, വന്നു കഴിഞ്ഞു, വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലൈവിലൂടെ പോലും മെസ്സിയുടെ റൂട്ട് മാപ്പ് വരെ കാണിച്ച ആളുകളാണ് ഈ പറയുന്നത്. അല്ലെ, എന്താണെങ്കിലും ഇപ്പോ മെസ്സി കേരളത്തിലേക്ക് കളിക്കാൻ വരുമ്പോ ആൻഡോ അഗസ്റ്റിനൊക്കെ ജയിലിലായിരിക്കുമോ പുറത്തായിരിക്കുമോ എന്നുള്ളൊരു ടെൻഷൻ കേരളത്തിലെ പല ജനങ്ങൾക്കുണ്ട്. എനിക്കൊന്നും വാർത്തകളൊക്കെ എടുത്തു വെച്ച് നോക്കുമ്പോൾ അതിന്റെ അടിയിൽ വരുന്ന വാർത്തകൾ, അയ്യോ മെസ്സി വരുമ്പോൾ നിങ്ങൾ ജയിലിൽ വന്ന് നിങ്ങളെ കാണേണ്ടി വരും, മെസ്സിയെ കാണാൻ ജയിലിൽ നിന്ന് പരോള് കിട്ടുമോ,
അങ്ങനെയൊക്കെ ഒരുപാട് ട്രോളുകളൊക്കെ അദ്ദേഹത്തിനെതിരെ വരുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരാള് ആൻഡ്രൂ അഗസ്റ്റിൻ തന്നെയാണ്. കാരണം ഇപ്പൊ മെസ്സിയെ കൊണ്ടുവരുന്ന കാര്യത്തിലാണെങ്കിലും മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് പറഞ്ഞത് ആൻഡ്രൂ അഗസ്റ്റിൻ ആണ്. അല്ല, സജീവമായി ആൻഡ്രൂ അഗസ്റ്റിൻ വലിയ രീതിയിൽ മാധ്യമങ്ങൾ, സ്വന്തം ചാനലിൽ മാത്രമല്ല മറ്റു മാധ്യമങ്ങളുടെ മുൻപിൽ വന്നു നിന്ന് പോലും അദ്ദേഹം ബൈറ്റ് കൊടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ ആൻഡ്രൂ അഗസ്റ്റിനെ നമുക്ക് അറിയുന്നത് റിപ്പോർട്ടറിന്റെ മുതലാളി എന്ന് പറഞ്ഞുകൊണ്ട് അത്രത്തോളം മുഖപരിചയമുള്ളത്. അതെ, അതിനപ്പുറത്തേക്ക് റോഷി അഗസ്റ്റിൻ, അതുപോലെ തന്നെ ജോസ് കുട്ടി അഗസ്റ്റിൻ, ഈ 3 സഹോദരങ്ങളാണ് ഇപ്പോൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ജയിലിലേക്ക് പോകാൻ പോകുന്നത് എന്ന് പറയപ്പെടുന്നത്. ഇപ്പൊ ഈ പറയുന്നത് കുറ്റപത്രം സമർപ്പിച്ചിട്ടേ ഉള്ളൂ, പോലീസാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട മുന്നോട്ടുള്ള കേസുകളുണ്ട്, വാദങ്ങളുണ്ട്. അതിനുശേഷമാണ് ഇവർ കുറ്റക്കാരാണോ അല്ലയോ എന്ന് തെളിയിക്കുന്നത്. അല്ല, ഇനിയിപ്പോ റിപ്പോർട്ടർ ചാനൽ ഒരു പക്ഷെ അരുൺകുമാർ ഒറ്റയ്ക്ക് നടത്തിക്കൊണ്ട് പോകേണ്ടി വരുമെന്ന് തോന്നുന്നു. കാരണം നെടുന്തൂണായിരുന്ന സുജിയ പാർവതി ബിഗ് ടിവിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരുപാട് ജേർണലിസ്റ്റുകൾ പല ചാനലുകളിൽ നിന്ന് പോയിട്ടുണ്ട്. പലരുടെയും നെടുന്തൂണുകൾ പലപ്പോഴായി കാലുവാരി പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. ഇനിയിപ്പോൾ ആൻഡ്രൂ അഗസ്റ്റിൻ ഇത്തരത്തിൽ ജയിലിലേക്ക് പോകേണ്ടി വന്നാൽ പിന്നീട് അരുൺകുമാർ ഒറ്റയ്ക്ക് ആ ഒരു ചാനലിനെ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ട് പൂർവാധികം ശക്തിയോടുകൂടി ഇപ്പോഴുള്ള ഒരു ഇടിവ് പോലും പൂർണ്ണമായും ഇല്ലാതെയാക്കിക്കൊണ്ട് തിരിച്ചു വരവ് നടത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അല്ല, ഇതിനകത്ത് ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങൾ വലിയ രീതിയിൽ ചർച്ചയായത് ഈ ബിഗ് ടി വി തുടങ്ങിയ സമയത്ത് എല്ലാ ജേർണലിസ്റ്റുകളെയും ഇവര് പൈസ കൊടുത്ത് പർച്ചേസ് ചെയ്യുന്ന ഒരു രീതി നമ്മൾ കണ്ടാണ്. അപ്പം 10 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് സുജിയ പാർവതി എടുത്തത് എന്നുള്ള അങ്ങനെയുള്ള വാർത്തകളുണ്ട്. അപ്പോൾ 24 നമുക്കറിയാം, ഇനി 24നെ ശ്രീകണ്ഠൻ നായർ മാത്രം നോക്കി നടത്തുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള പല വാർത്തകളും നമ്മൾ കണ്ടിരുന്നു. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമായിട്ട് നടക്കുന്നുണ്ട്. 24 രാഹുൽ മാങ്കൂട്ടത്തിനെ ഇന്റർവ്യൂ ചെയ്തൊരു സമയത്ത് റിപ്പോർട്ടർ ചാനലിൽ വന്നൊരു വാർത്ത എന്ന് പറയുന്നത് രാഹുൽ വീണ്ടും PR വർക്കുകൾ തുടങ്ങി. ചില മാധ്യമങ്ങൾക്ക് ഇന്റർവ്യൂ കൊടുത്തുകൊണ്ടാണ് രാഹുലിന്റെ തിരിച്ചുവരവ് അറിയാൻ കഴിയുന്നത്. ഇന്റർവ്യൂ, അതായത് പുതിയ PR വർക്കുകളൊക്കെ രാഹുൽ എടുത്തു തുടങ്ങി എന്ന് പറയുന്ന രീതിയിലേക്ക്. ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിന്റെ അവരെ അകത്തിടാൻ പോകുന്നത്, അല്ലെങ്കിൽ അവർക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു എന്ന് പറയുന്ന വാർത്തയുടെ അടിയിലേക്ക് വരുന്ന കമന്റ് എന്ന് പറയുന്നത് വണ്ടിപ്പെരിയാറില് ഒരു കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി എന്ന് പറയുന്ന ഒരു വാർത്തയുണ്ടായിരുന്നു. അതിനകത്തൊരു DYFI നേതാവിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ നേതാവിനെ വിളിച്ചു വരുത്തി ചർച്ച ചെയ്തതിന്റെ അത്രയും നാളെക്കിടെ 24-നൊന്നും ഇല്ല എന്ന് പറയുന്ന കുറെ വാർത്തകൾ നമ്മൾ കണ്ടതാണ്. പക്ഷെ അവിടെ ഒരു വ്യത്യാസമുണ്ട്. ഈ പറയുന്നത് പോലെ കഴിഞ്ഞ ദിവസം ഞാനും നമ്മുടെ സബ് എഡിറ്റർ മേഘയും കൂടെ സംസാരിച്ച സമയത്ത് മേഘ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ പറയുന്ന വണ്ടിപ്പെരിയാർ കേസിലെ പ്രതിയോട് സംസാരിക്കുമ്പോൾ അരുൺകുമാർ കൃത്യമായി ഈ പ്രതി പറയുന്ന ഓരോ വാദങ്ങളും പൊളിച്ചു കൊടുക്കുമായിരുന്നു. പക്ഷെ രാഹുൽ പറയുന്നതൊക്കെ ഹാഷ്മി മിണ്ടാതിരുന്ന് കേട്ടപ്പോൾ എവിടെയോ ഒരു ഈ പറയുന്ന രാഹുൽ പണം കൊടുത്തുകൊണ്ട് ഈ ഇന്റർവ്യൂ ചെയ്യിച്ചതായിട്ട് തോന്നുന്ന അങ്ങനെ ഒരു തോന്നൽ വന്നാൽ പോലും തെറ്റ് പറയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ രംഗത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരു പോര് തന്നെ റിപ്പോർട്ടറും 24-ഉം കാഴ്ചവെക്കുന്നു. അതിന്റെ മെയിൻ വിഷയം ബാർക്ക് റേറ്റിംഗുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അഴിമതി ആരോപണങ്ങളാണ് 100 കോടിയുടെ അഴിമതിയാണ് റിപ്പോർട്ടറിനെതിരെ ആരോപിച്ചിട്ടുള്ളത്. ചില ചാനലുകാരെ താഴെ ഇടാൻ വേണ്ടിയിട്ട് പ്രത്യേക സംഘങ്ങൾക്ക് പൈസ കൊടുക്കുന്നു എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങൾ, അത് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പരാതികൾ പോയിട്ടുണ്ട്. അന്വേഷണങ്ങൾ നടന്നു വരുന്നുണ്ട്. അപ്പോൾ റിപ്പോർട്ടറിനെ 4 സൈഡിൽ നിന്നും വരിഞ്ഞു മുറുക്കാനുള്ള, അല്ലെങ്കിൽ പൂട്ടിക്കെട്ടാനുള്ള പല വകുപ്പുകളുമായിട്ട് പല ആളുകളും നിൽക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ കട്ടും മോഷ്ടിച്ചുമൊക്കെയാണ് സമ്പാദിച്ചത്, അതെല്ലാം ഇല്ലാതായി പോകും, കർമ്മ ഈസ് ബൂമറിങ് എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്ത് തന്നെയാണെങ്കിലും റിപ്പോർട്ടർ ചാനല് മുന്നോട്ട് പോകുമോ ഇല്ലയോ എന്നൊരു ചോദ്യം ബാക്കിയാണ്. ഇനി ഇവർ ജയിലിലേക്ക് പോകുകയാണെങ്കിൽ, ആൻഡ്രൂ അഗസ്റ്റിനും റോഷി അഗസ്റ്റിനും ജോസ് കുട്ടി അഗസ്റ്റിനും ഒക്കെ ജയിലിലേക്ക് പോവുകയാണെങ്കിൽ എന്താണ് ഇനി റിപ്പോർട്ടറിന് സംഭവിക്കാൻ പോകുന്നത് എന്നൊരു ചോദ്യം ബാക്കിയാണ്.